പരിശുദ്ധ ദീനിൽ നിയമമായി എന്തൊക്കെ പഠിപ്പിച്ചുവോ അതിനെല്ലാം ആത്യന്തികമായി ഒരു ലക്ഷ്യമുണ്ട്. എന്ത് നിയമമായിക്കോട്ടെ, സാമ്പത്തിക രംഗത്തോ കുടുംബജീവിതത്തിലോ അയൽപക്ക ബന്ധങ്ങളിലോ ഇബാദാത്തുകളിലോ കച്ചവടങ്ങളിലോ ഏതു രംഗത്തും അല്ലാഹു തആല നിശ്ചയിച്ച എന്ത് നിയമവും, ചില പാനീയം കുടിക്കാൻ പാടില്ല, ചിലത് കുടിക്കാൻ പാടുണ്ട്. ചില ഭക്ഷണം കഴിക്കാൻ പാടില്ല, ചിലത് കഴിക്കാൻ പാടുണ്ട്. എന്തിനാ അങ്ങനെയൊക്കെ വെച്ചത്? ചായ കുടിക്കാം, മദ്യം കഴിക്കാൻ പാടില്ല. എന്താ മദ്യം കഴിച്ചോളി ഞാൻ അല്ലാഹ്ക്കോട് പറഞ്ഞാൽ വല്ല നട്ടും അല്ലാഹ്ക്കുണ്ടോ? ഇല്ല. പിന്നെ എന്തിനാണ് ഈ നിയമങ്ങളൊക്കെ? ഈ നിയമങ്ങളെല്ലാം അല്ലാഹു തആല നിശ്ചയിച്ചതിന് പിന്നിൽ അടിസ്ഥാന ലക്ഷ്യം ഒറ്റ ഒന്നാണ്: മസാലിഹുൽ ഇബാദ്, അടിമകളുടെ മസ്ലഹത്തുകൾ. മനുഷ്യരുടെ അല്ലെങ്കിൽ അടിമകളുടെ നന്മയ്ക്ക് വേണ്ടി, ഗുണത്തിന് വേണ്ടി മാത്രമാണ് ഇസ്ലാമിൽ നിയമമുള്ളത്. അല്ലാത്ത നിയമമില്ല. വെറുതെ ഇടങ്ങാറാക്കാൻ വേണ്ടി നിയമം മതത്തിലില്ല. കുറെ ഫർള്, കുറെ സുന്നത്ത്, കുറെ നിർബന്ധമായത്, കുറെ കറാഹത്തായത്, കുറെ ഹറാമായത്, കുറെ ജായിസായത്, ഇതൊക്കെ എന്തിനാ ഇങ്ങനെയൊക്കെ വെച്ചത്? നമുക്ക് വേണ്ടിയാണ്, നമുക്ക് വേണ്ടിയാണ്, നമ്മുടെ മസ്ലഹത്തിന് വേണ്ടിയാണ്. അതല്ലാത്തൊരു നിയമം ദീനിൽ ഇല്ല. എന്ത് കാര്യമെടുത്തോളൂ അതെല്ലാം ഈ മസ്ലഹത്താണ്. മസാലിഹുൽ ഇബാദ്, അടിമകളുടെ മസ്ലഹത്തിന് വേണ്ടി അല്ലാത്ത നിയമം മതത്തിലില്ല. ആ മസ്ലഹത്ത് രണ്ട് രൂപത്തിലാകാം. ഒന്നുകിൽ ദുനിയാവിലെ മസ്ലഹത്ത്, അല്ലെങ്കിൽ ആഖിറത്തിലെ മസ്ലഹത്ത്. ഒന്നുകിൽ ദുനിയാവിലെ മസ്ലഹത്ത്, അല്ലെങ്കിൽ ആഖിറത്തിലെ മസ്ലഹത്ത്. മദ്യപിക്കരുത്. മദ്യപിച്ചാൽ ദുനിയാവിൽ കുറെ നഷ്ടങ്ങൾ മദ്യപിച്ച വ്യക്തിക്കുണ്ട്, അവന്റെ കുടുംബത്തിനുണ്ട്, അവന്റെ സമ്പത്തിനുണ്ട്, ആ നാടിനുണ്ട്. ആ നാട്ടിലെല്ലാവരും മദ്യപാനികളായി മാറിയാൽ ആ സമൂഹത്തിന് മൊത്തത്തിൽ ദോഷമുണ്ട്. അതുകൊണ്ട് അല്ലാഹ് പറഞ്ഞു മദ്യപിക്കാൻ പാടില്ല. എന്നാ ആ ദോഷങ്ങളൊന്നും ചായ കുടിച്ചാലില്ല. അപ്പൊ ചായ കുടിക്കാൻ അല്ലാഹു തആല അനുവാദം തന്നു. വ്യഭിചാരം അല്ലാഹ് നിഷിദ്ധമാക്കി, ഹറാമാക്കി. എന്തിന്? വ്യഭിചാരം ഒരു കുടുംബത്തിന്റെ ഭദ്രതയെ ഇല്ലാതാക്കും, സമൂഹത്തിന്റെ കെട്ടുറപ്പിനെ തകർക്കും. പിതാവ് ആര് എന്നറിയാത്ത ഒരുപാട് മക്കൾ സമൂഹത്തിൽ ഉണ്ടായിക്കഴിഞ്ഞാൽ ആ മക്കൾ പിന്നെ സമൂഹത്തിന് ഒരു വലിയ ഭാരമായി മാറും. കുടുംബ സംവിധാനങ്ങൾ തകരും. സ്വസ്ഥതയും സമാധാനവും ആ സമൂഹത്തിൽ ഇല്ലാതാകും. അതുകൊണ്ട് പടച്ചോൻ പറഞ്ഞു വ്യഭിചരിക്കാൻ പാടില്ല.